പോയി ഉപേക്ഷിച്ചതിന്റെ ശേഷം അതിന്റെ ഗോവണിപ്പടികൾ യാതൊരു കൂസലും ഇല്ലാതെ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോരാൻ ആരാണ് നമ്മുടെ ആധുനിക യൗവനത്തിന് തൊലിക്കട്ടി കൊടുത്തത്? അത് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. അവിടെ കൊടുക്കേണ്ട സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ ഭാവി വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇപ്പൊ തന്നെ നമ്മൾ ആലോചിക്കണം, ഈ ഒരു തിരിച്ചറിവില്ലല്ലെന്ന്. ഈ ഒരു തിരിച്ചറിവ് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇല്ല. ഏത് ഭാഗത്തേക്ക് നമ്മൾ പഠനം നടത്തിയാലും ഇല്ല. പണ്ടതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു, ഒരു ഗൃഹാതുരത്വമായിരുന്നു. അബവായിന്റെ മണ്ണിലൂടെ പിൽക്കാലത്ത് ഇസ്ലാമിക പ്രബോധനാർത്ഥം കടന്നു പോകാനുള്ള സൗഭാഗ്യമുണ്ടായപ്പോൾ അല്ലാഹുവിന്റെ റസൂല് അവിടെ ഒരു കൊച്ചുകുട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. അതൊരു തടാകത്തിന്റെ ചുറ്റുവട്ടത്തായിരുന്നു. എന്നിട്ട് പരിശുദ്ധ പ്രവാചക തിരുമേനി കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. സഹാബ ചോദിച്ചുപോയി, പരിശുദ്ധ റസൂലേ, അങ്ങ് ഇവിടെ വിതുമ്പി കരയാൻ കാരണം എന്താണ്? അവിടെന്ന് പറഞ്ഞുപോയി, ഈ ജലാശയത്തിൽ നിന്നാണ് എന്റെ മാതാവ് എന്റെ കൈ പിടിച്ചിട്ട് എന്നെ നീന്തം പഠിപ്പിച്ചത്. ആ നീന്തൽ ഞാൻ പഠിച്ചുപോയി വളർന്നു വന്ന കുളത്തിന്റെ വക്കിലൂടെ ഇന്ന് ഞാനൊരു പ്രബോധകന്റെ പാതയം പോറി നടന്നു പോകുമ്പോൾ അതിന്റെ കാരണക്കാരി ഖബറിന്റെ ചുവട്ടിലാണ് സഹാബ. ആ ഉമ്മയെ ആലോചിച്ചിട്ട് വിതുമ്പിപ്പോയതാണ് സഹാബ എന്ന് പാവപ്പെട്ട മാതാവിന്റെ ഓർത്തെടുത്തിട്ട് ഓർമ്മകളെ ചികഞ്ഞന്വേഷണം നടത്തി കൊണ്ടുവന്ന് സഹാബത്തിനോട് പങ്കുവെക്കാൻ മത്സരിച്ച് മുന്നോട്ട് വന്ന പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് വലിയൊരു തിരിച്ചറിവായി മാറും. നമ്മുടെ മുമ്പിൽ ഇതൊരു തിരിച്ചറിവായി മാറും. മാതൃത്വവും പിതൃത്വവും ഇന്ന് ചോദ്യചിഹ്നമായി കൊണ്ടിരിക്കുന്ന പുതിയ ലോകത്തിന്റെ ഇത് നമുക്കൊരു പരിഹാരമാകും. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനൊരു അവബോധം നടത്തപ്പെടുന്ന സദസ്സിന് നമ്മൾ തിരികൊളുത്തിയത്. നമ്മുടെ കൗമാരക്കാരായിരിക്കുന്ന, ചെറുപ്പക്കാരായിരിക്കുന്ന, യുവാക്കളായിരിക്കുന്ന ആളുകൾ ഈ ഒരു അവയർനെസ്, ഈ ഒരു അവബോധം നമ്മുടെ സമുദായത്തിന്റെ അന്തർധാരയിൽ പ്രചരിപ്പിക്കാൻ ശക്തമായ പടക്കോപ്പുകളുമായിട്ട് മുന്നോട്ട് വരണം. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. അരക്ഷിതാവസ്ഥ എവിടെയും രക്ഷിതാവ് ഉണ്ടായിക്കൊണ്ടിരിക്കെ അരക്ഷിതാവസ്ഥ പേറിക്കൊണ്ടിരിക്കുന്ന സമുദായത്തെയാണ് നമ്മൾ എവിടെയും കാണുന്നത്. അതിന് അറുതി വേണം, പരിഹാരം വേണം. അത് മക്കളിലൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഈ ഉമ്മാക്കും ഈ ഉപ്പാക്കും നമ്മൾ കൊടുക്കാനുള്ളത് എന്ന് പറയുന്നത് ഒരു നിറഞ്ഞ മനസ്സാണ്, പിന്നെ അല്പം സേവനങ്ങളുമാണ്. ഒരു ആബിദായ മനുഷ്യൻ, അദ്ദേഹം രാത്രി കിടക്കുന്ന സമയത്ത് സ്വപ്നം കാണാം തന്റെ കയ്യിൽ മുഴുവൻ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്ന ഒരു രംഗമാണ്. ഇദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതം ഉണ്ടാക്കി. ഈ മനുഷ്യൻ ഉടനെ തന്നെ അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന സൂഫിവര്യനായ സ്വപ്ന വ്യാഖ്യാനങ്ങളിൽ അഗ്രഗണ്യനായ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് പോയിട്ട് ചോദിച്ചു, ഞാൻ സമയത്ത് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താണ് അതിന്റെ വ്യാഖ്യാനം? അന്വേഷിക്കാൻ വേണ്ടി ആവിതായ മനുഷ്യൻ കടന്നുപോയപ്പോ അതിന്റെ മറുപടി കിട്ടിയത്, പറഞ്ഞു, അതെ, ഞാൻ എന്റെ മാതാവിനെ സേവിക്കാറുണ്ട്. അവസാനം ഈ സൂഫി വര്യൻ ചോദിച്ചു പോവുകയാണ്, ആ മാതാവിന്റെ കാൽ പാദങ്ങൾ നിങ്ങൾ തടവി കൊടുക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വിശദീകരിക്കാൻ, എന്റെ ഉമ്മ കടക്കാൻ വേണ്ടി പോകുന്നതിന് മകനായി ഞാൻ വിരിപ്പിൽ പോയി കിടക്കും, എന്നിട്ട് കിടക്കയിലേക്ക് ഭൂമത്തയിലേക്ക് കാലി വെച്ച ശരീരം വെച്ച മാതാവിന്റെ രണ്ട് കാൽപാദങ്ങളും എന്റെ കൈ കൊണ്ട് ഞാൻ തടവി കൊടുക്കും, പൊടിപടലങ്ങളെ ഞാൻ ശുദ്ധമാക്കി കൊടുക്കും. ആവിധായ മനുഷ്യന്റെ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാവിന്റെ കാലിലെ പൊടിപടലങ്ങളാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ അത് സാക്ഷിയാണ്. ഇതൊരു ദർശന സമാനമായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഹസ്രത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ തമ്പുരാനേ, എന്റെ കൂടെ സ്വർഗത്തിൽ സീറ്റ് പങ്കിടുന്ന ഒരു മനുഷ്യനെ ബനൂ ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് എനിക്കൊന്ന് കാണിച്ചു തരണേ തമ്പുരാനേ. അതാണ് മൂസാ നബിയുടെ അല്ലാഹുവിനോട് ചോദിച്ചത്. സ്വർഗത്തിൽ എന്നെ ഒരു കൂട്ടുകാരൻ, ആ സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരനെ ഇവിടെ വെച്ചിട്ട് നീ എനിക്ക് കാണിച്ചു തരണേ തമ്പുരാനേ. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, നീ ഇന്ന നാട്ടിലേക്ക് യാത്ര തിരിക്കണം. മൂസാ നബി യാത്ര തിരിക്കുന്നു. ആ നാട്ടിലേക്ക് കടന്നുപോയി അവിടെ കച്ചവടക്കാരനെ കാണും, അദ്ദേഹത്തെ നീ ഫോളോ ചെയ്യണം. മൂസാ നബി അലൈഹി സ്വലാം ഒരു ഇറച്ചി കച്ചവടക്കാരനെ കാണുമെന്ന് അല്ലാഹു കൽപ്പന കൊടുക്കുന്നു. അദ്ദേഹത്തെ കണ്ടു. ഇറച്ചി കച്ചവടക്കാരൻ ഒരുപാട് നേരം മൂസാ നബി വാച്ച് ചെയ്യുന്നു. അദ്ദേഹം ഇറച്ചി മാംസം എല്ലാം വിൽപ്പന നടത്തിയതിന്റെ ശേഷം അല്പമാംസങ്ങളും അതിൽ അവസാനം
കുടലുമായിട്ട് കവറിലാക്കി അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. മൂസ നബിക്ക് പ്രത്യേകിച്ച് ഒന്നും അദ്ദേഹത്തിൽ നിന്ന് നന്മയായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ മൂസ നബിയുടെ മനസ്സങ്ങനെ ശങ്കിച്ചു പോയി, അല്ലാഹുവേ, ഇവനാണോ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ? ഇതെന്തൊരു അത്ഭുതം, ഇതെന്തൊരു പ്രതിഭാസം. അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംശയങ്ങൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നു. പരിശുദ്ധവാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഇറച്ചി കച്ചവടക്കാരനായ മാംസ കച്ചവടക്കാരനായ മനുഷ്യന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നു. അവിടെ അദ്ദേഹത്തെ ഒരുപാട് നിരീക്ഷണം നടത്തുകയാണ്. പാവപ്പെട്ട ഉമ്മാന്റെ അടുക്കൽ പോയി ഉമ്മാന്റെ ശേഷം നേരെ അടുപ്പത്തേക്ക് പോകുന്നു. ഈ മാംസം മുഴുവൻ ക്ലീൻ ആക്കിയതിനു ശേഷം അത് വെച്ചിട്ട് സൂപ്പ് വെക്കുന്നു. അത് പാവപ്പെട്ട മാതാവിനെ കുടിപ്പിക്കുന്നു, ഭക്ഷിപ്പിക്കുന്നു. മാതാവിന് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുന്നു. മാതാവിന്റെ പ്രാഥമിക ധർമ്മങ്ങളിൽ പോയി പങ്കാളിയാകുന്നു. എല്ലാം തന്റെ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നു, അത് ശുചീകരിക്കുന്നു, പുതിയ വസ്ത്രം അണിയിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ മാതാവിന് വേണ്ടി മനുഷ്യരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉമ്മാന്റെ ചുണ്ട് മന്ത്രിക്കുന്നതായിട്ട് മൂസാ നബി കണ്ടുപോയി. അപ്പൊ ഈ മാതാവിനെ സമീപിക്കാൻ മൂസാ നബിക്ക് വലിയ താല്പര്യമുണ്ടായി. പരിശുദ്ധ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ മാതാവിനോട് ചോദിച്ചു, നല്ല പ്രിയപ്പെട്ട ഉമ്മ, അങ്ങയുടെ മകൻ അങ്ങയെ ഈ സേവനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അങ്ങയുടെ ചുണ്ടുകൾ തമ്മിൽ ചലിക്കുകയാണ്. എന്താണ് ആ ചുണ്ടുകൾ ചലിക്കുമ്പോൾ അങ്ങ് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ബനൂ ഇസ്രായേലിലെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പ ആ മാതാവ് പറയുകയാണ്, ഇത് മറ്റൊരു പ്രാർത്ഥനയുമല്ല. അല്ലാഹുവേ തമ്പുരാനെ, എന്റെ മകനെ എന്നെ സേവനം ചെയ്തതിന്റെ പ്രത്യുപകാരം എന്നോണം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ സ്വർഗത്തിൽ കടത്തണേ തമ്പുരാനെ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി പറഞ്ഞു പോയി, സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാതില. അല്ലാഹുവേ, ഈ പ്രതിഭാസങ്ങൾ നീ വെറുതെ പടച്ചതല്ല തമ്പുരാനെ. അവിടെ വെച്ചിട്ട് പറയുകയാണ്, സ്ഥിരപ്പെടുത്തി പറയുകയാണ്. അടുക്കളയുടെ 4 ചുവരുകൾക്കിടയിൽ വെച്ചിട്ട് മൂസാ നബി പറഞ്ഞു പോയി, അനകലീം അനകലീം അനകലീം. ഉമ്മ, നിങ്ങളാ ദുആ ചെയ്ത മൂസ ഞാനാണ്, നിങ്ങളാ ദുആ ചെയ്ത മൂസ ഞാനാണ്. ആ മാതാവിന്റെ പ്രാർത്ഥന ശിരസാ വഹിക്കപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് മൂസാ നബി തന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ, അത് പടച്ച റബ്ബ് കാണിച്ചു കൊടുക്കാൻ. എന്നാൽ അതിന്റെ കാരണം മാതാവിന് നൽകിയ സേവനമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചറിയുക. ഇതൊക്കെ അല്ലാഹു വലിയ പ്രതിഭാസങ്ങളായി ലോകത്തെ പഠിപ്പിച്ചത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൽ ഒരു പളുങ്ക് രത്നകൊട്ടാരം അങ്ങനെ തിളങ്ങുന്ന രംഗം കണ്ടപ്പോൾ അത് എടുക്കാൻ ഒരു സംവിധാനമില്ല. വിഷമിച്ചപ്പോ ഇഫ്രീത്ത് ജിന്നിനെ വിളിക്കുന്നു. ജിന്നുകളുടെ കൂട്ടത്തിലെ ഭീമാകാരിയായിരിക്കുന്ന ഇഫ്രീത്ത് കടന്നു വന്നിട്ട് ആ പളുങ്ക് കൊട്ടാരം കടലിന്റെ സമുദ്രത്തിന്റെ മധ്യസ്ഥായിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് കരയിലേക്ക് വെച്ചു. ആ പളുങ്ക് കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഒരാൾ സ്വർഗീയ സമാനമായ ജീവിതം നയിക്കുന്നു. അദ്ദേഹം രാജകുമാരനെ പോലെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. മൻഹാദാ, അല്ലാഹുവേ, ഇതാരാണ് തമ്പുരാനെ? മൻ ഖദമ അബവൈഹി. അവിടെ അല്ലാഹുവിന്റെ മറുപടി, ഇത് മാതാവിനെയും പിതാവിനെയും സേവിച്ച മനുഷ്യരാണ്. എത്ര അനുഭവങ്ങളാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, സഹാബ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടുപോയി. ആ സ്വപ്നം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞാൻ സ്വർഗത്തിലൂടെ നടക്കുന്ന രംഗമാണ് സ്വപ്ന ദർശനം നടത്തിയത്. അങ്ങനെ ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മണിമന്ദിരങ്ങളിൽപ്പെട്ട ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് നല്ല പൂങ്കുയിലിന്റെ ശബ്ദത്തോടുകൂടെ ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം കേട്ടു. ഞാനതിന്റെ പാറാവുകാരോട് ചോദിച്ചു, ഈ കൊട്ടാരത്തിലേക്ക് എനിക്ക് സമ്മതം തരുമോ കടന്നു പോകാൻ? പാറാവുകാര് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതം തരാം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ എന്റെ സ്വപ്നത്തിലൂടെ ഞാൻ സ്വർഗത്തിലെ പളുങ്ക് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. ആ സ്വരരാഗസുതയോടുള്ള ഖുർആനിന്റെ ശബ്ദത്തിന്റെ ഉടമ ആരെന്നറിയാൻ കൊട്ടാരത്തിന്റെ ഉള്ളിലൂടെ ഞാൻ അങ്ങനെ നടന്നുപോയി. ഒരു സിംഹാസനത്തിൽ ഞാൻ കണ്ടെത്തി. അത് മറ്റാരുമല്ല, നുഅ്മാൻ ഇബ്നു ഹാരിസാൻ. എന്റെ സഹാബ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നുഅ്മാനാണ് ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. മാലാഖമാരെ ഞാൻ അടുത്ത് വിളിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമുണ്ട്, ഇസ്രാഫീൽ അലൈഹിസ്സലാമുണ്ട്, മീകായിൽ അലൈഹിസ്സലാമുണ്ട്. ഈ മലക്കുകളോട് ഞാൻ ചോദിച്ചു, എന്തേ എന്റെ സ്വഹാബി വര്യന്മാർക്കിടയിൽ നുഅ്മാനിന് മാത്രം ഇത്ര വലിയ സ്ഥാനം കിട്ടാൻ കാരണം? അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുകൾ പറയുകയാണ്, മാതാപിതാക്കൾ മാതാപിതാക്കൾ കഴിഞ്ഞിട്ടേ ആ മനുഷ്യന് മറ്റെന്തുമുള്ളൂ. ഇത്ര പ്രാധാന്യം കൊടുത്ത മറ്റൊരു മനുഷ്യരില്ല.
അതുകൊണ്ട് നോമാനെ അള്ളാഹു ബഹുമാനിച്ചതാണ് എന്ന് മാലാഖമാർ സ്വർഗത്തിൽ വെച്ചിട്ട് സ്വപ്നത്തിലൂടെ പുണ്യ റസൂലിന് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാറുണ്ട്, ഇതും മനുഷ്യന്റെ ഹോർമോൺസ് തന്നെയല്ലേ, ഇത് ഹ്യൂമൻ ബോഡീസ് തന്നെയല്ലേ. CM ജോസ് ഗൈഡ് ഫിലോസഫി ഓഫ് മോറൽസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ പറയുന്നുണ്ട്, എല്ലാ മനുഷ്യനെയും നമ്മൾ എടുത്തു നോക്കിയാൽ അവന്റെ ശരീരത്തിൽ 7 കഷ്ണം സോപ്പ് ഉണ്ടാക്കാനുള്ള കൊഴുപ്പുണ്ട്. 9000 പെൻസിലിൻ നിർമ്മിക്കാൻ ആവശ്യമായ കാർബൺ, അതുപോലെ തന്നെ 2500 തീപ്പെട്ടി നിർമ്മിക്കാൻ ആവശ്യമായ ഫോസ്ഫറസ്, 10 ഗാലൻ വെള്ളം, അല്പം സൾഫർ, അല്പം മഗ്നീഷ്യം, ഒരു കോഴിക്കൂടിന് വെള്ള പൂശാൻ ആവശ്യമായ ചുണ്ണാമ്പ്, ഒരു ഇരുമ്പിന്റെ ആണി നിർമ്മിക്കാൻ ആവശ്യമായ ലോഹം, ഇതൊക്കെ ഒരു മനുഷ്യ ശരീരത്തിലുണ്ട്. ആ മനുഷ്യൻ വലിയ പ്രതിഭാസമൊന്നും അല്ല എന്നല്ല ലോകത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഈ മനുഷ്യനാണ്